നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ഇന്ത്യയിൽ BJP കഴിഞ്ഞേ മറ്റൊരു പാർട്ടിക്ക് കഴിയുകയുള്ളൂ എന്ന് വ്യക്തം. BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന NDAയിലെ ഒട്ടുമിക്ക പാർട്ടികളും വളരെ വൈകാതെ തന്നെ അവരുടെ രീതികളോട് പൊരുത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് പതിവിലും ഗംഭീരമായി കാണുന്നത്. പലരെയും വർഗീയവാദികളാക്കുന്നത് BJPയും RSSും ചേർന്ന് തന്നെയായിരിക്കും. അതിന് ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് വഖഫ് നിയമ ഭേദഗതിയിലെ ഒരു സുപ്രധാന വിഷയം. അതായത് ഇസ്ലാം മത വിശ്വാസിയായ ഒരു വ്യക്തി കഴിഞ്ഞ 5 കൊല്ലം അത് കൃത്യമായി പിന്തുടരുന്നു എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ നിയമം അനുകൂലമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ നിയമത്തിൽ പറഞ്ഞ എല്ലാ സാധ്യതകളും തെളിയുകയുള്ളൂ. അത് മാത്രമല്ല, പല കാര്യങ്ങളിലും കേന്ദ്രം നൽകി വരുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്നു. വഖഫ് ബോർഡിനെ തകർക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട. അതിനുവേണ്ടിയാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി, അതായത് ക്രിയാത്മകമായി ചെയ്തതൊന്നുമല്ല, അത് പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് ന്യൂനപക്ഷ മന്ത്രാലയം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസിയായ ഒരു വ്യക്തിയൊന്നുമല്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ പോലും ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്താർ അബ്ബാസ് നഖ്വിയാണ്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം പോലും നൽകാതിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം വാശിയോടുകൂടി ഇസ്ലാം മത വിശ്വാസികളെ തൻ്റെ മന്ത്രിസഭയിലേക്ക് അടുപ്പിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. വർഷങ്ങളായി BJP ഇസ്ലാം മത വിശ്വാസികളായ ആർക്കും മത്സരിക്കാൻ പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ടിക്കറ്റ് കൊടുക്കാറില്ല. ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അവരുടെ ഒരു മുടന്തൻ ന്യായം തള്ളിവിട്ടത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ മതം നോക്കാറില്ല എന്നുള്ളതാണ്. അതായത് വാർഡുകൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സ്ഥലങ്ങളാണ്. അവിടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് ചിലപ്പോൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന BJP പറയുന്നു, ഞങ്ങൾ മതം നോക്കിയല്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, പകരമായി ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കഴിവുള്ള ആളുകളെ കൊണ്ടുവരും. എന്താണ് ഈ കഴിവുള്ള ആളുകൾ? അത് കൃത്യമായും രേഖപ്പെടുത്തുന്നത് മതാടിസ്ഥാനത്തിൽ തന്നെയെന്ന് പല കലാപങ്ങൾ അവർ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ വ്യക്തമല്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി രാഷ്ട്രപതിയുടെ ഒപ്പിനായി കാത്തിരിക്കുമ്പോൾ ആ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന ആ ചർച്ചാ വിഷയം പാർലമെന്റ് ഗൗരവപൂർവ്വം പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ രാജ്യസഭയിലെ പ്രസംഗം ആരെയും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. 80 വയസ്സിനോടടുത്ത സോണിയാഗാന്ധിയുടെ പരാമർശങ്ങൾ അത് സംഭവബഹുലമായിരുന്നു. സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ ഇരുന്നു കൊണ്ട് അവരെ വിമർശിക്കുന്നു. അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു. ഒരു പാർലമെന്റേറിയന് ചേർന്ന വാക്കുകളല്ല അവർ ഉച്ചരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ വൻതോതിലുള്ള ബഹിഷ്കരണവും ബഹളവും എല്ലാം കൊണ്ട് സഭ കലുഷിതമാകുന്നു. വഖഫ് നിയമ ഭേദഗതിയിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കേന്ദ്രം സങ്കുചിത മനോഭാവത്തോടു കൂടി എടുക്കുന്നത്. ഒന്ന്, കൃത്യമായിട്ടുള്ള ഇസ്ലാം വിരുദ്ധത അവർ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, മതാടിസ്ഥാനത്തിലുള്ള വേർതിരിവ് എക്കാലത്തും അവർ കാണിക്കുമെന്ന ഭീഷണിയുടെ സ്വരം കൂടി അതിൽ കലരുന്നു.